അപ്പോൾ ഇതാ നമ്മളെ ചേനപ്പൂവിനെ മുറിക്കുന്നത് കണ്ടോ. ഓക്കേ, മുറിക്കുമ്മ. അപ്പോൾ അത് പിരിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്മെല്ല് വരുന്നുണ്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത് എടുക്കണം. അപ്പോൾ ഈ സമയത്താണ് ഇത് എടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് ചേനപ്പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കറി വെക്കാൻ. ഓക്കെ, അപ്പോൾ ചേനപ്പൂവ് കറി വെക്കാൻ ഇതാ ആദ്യം ഇവിടെ ചക്കക്കുരു ഉണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറെ എന്താ ഇടുക നോക്കാം. ചേനപ്പൂവ് പൊളിച്ചാൽ ഇതേപോലെ ആവും. അപ്പോൾ ഇത് ഇനി ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെവിടെ നിൽക്കുന്ന അറിയോ, മുറ്റത്തിൻ്റെ ഒരു സൈഡിലാണ്. ഇതാ ഇവിടെ പയറിൻ്റെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. എപ്പോഴേ നമ്മളിവിടെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ ഉമ്മാക്ക് ഇത് കാണാൻ സാധിച്ചിട്ടില്ല. ഉമ്മ ഇവിടെ ദിവസവും വന്നിട്ട് ഇതാ പയറൊക്കെ നനക്കും. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പം ഉമ്മ അതൊക്കെ നനച്ചു, പക്ഷെ ഉമ്മ ഈ സംഭവം കണ്ടിട്ടില്ല. ഉമ്മാക്കിവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ താരം, ചേനപ്പൂവ് കണ്ടോ നിൽക്കുന്നത്. ഇവിടെ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറി വെക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഉമ്മാനെ കൊണ്ട് മുറിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഉമ്മാനോട് കുറേ ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും നിൽക്കണ്ട ഉമ്മ. കുറേ സമയം അങ്ങോട്ട് നോക്കിട്ടോ അവസാനം ഉമ്മാക്ക് കാണിച്ചു കൊടുത്തതാ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മേനിത് മുറിക്കാൻ പോണത്. അപ്പോൾ ഇതാ നമ്മളെ ചേനപ്പൂവിനെ മുറിക്കുന്നത് കണ്ടോ. ഓക്കേ, പിരിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത് എടുക്കണം. അപ്പോൾ ഈ സമയത്താണ് ഇത് എടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് ചേനപ്പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കറി വെക്കാൻ. ഓക്കെ, മണ്ണിൻ്റെ അടിയിൽ നിന്ന് വിരിഞ്ഞ് വരുന്ന നല്ലൊരു അത്ഭുത പൂവ് തന്നെയാണിത്. അപ്പോൾ അത് ഈ ചേനൻ്റെ പൂവ്. അപ്പോൾ ഇത് പലരും പല രീതിയിലും വെക്കും. നിങ്ങളെങ്ങനെ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിത് കറി വെക്കുന്നത് പോലെയാണ് വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ ചേനപ്പൂവ് കറി വെക്കാൻ ഇതാ ആദ്യം ഇവിടെ ചക്കക്കുരു ഉണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറെ എന്താ ഇടുക നോക്കാം. അപ്പോൾ ഇതാ ആദ്യം കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം. ഇനി നമുക്ക് ആദ്യം പരിപ്പുണ്ട് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചക്കക്കുരു വേവിച്ചതിന് ശേഷം വേണം ഇതിടാൻ. അപ്പോൾ പരിപ്പ് ഇതാ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചക്കക്കുരു വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരിപ്പ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചേനപ്പൂവ് ഇട്ട് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളകും പൊടി, 2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ മസാല എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഇതിൻ്റെ ഒപ്പായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് ഞാനിത് വിറകടുപ്പമേ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുക്കറിലോ എന്തിലും വേണമെങ്കിലും വെക്കാം. ഇതിന് വലിയ വേവൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ ചക്കക്കുരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കൊഴുപ്പിന് ഇട്ടാൽ മതി. ഇപ്പോൾ ഈ സമയത്ത് ചക്കക്കുരൊക്കെ ഉണ്ടാവിട്ട് ഞാൻ ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ ചിലവർ കിഴങ്ങൊക്കെ ഇട്ട് മസാല ആക്കും. അപ്പോൾ ഇതാ ഇനി നമുക്ക് അതിലേക്ക് നല്ലോണം ഒന്ന് വറുത്തിടണം. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് വറുത്തിട്ടതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ. വേറൊരു കൂട്ടാൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ സാധാരണ കറിയൊന്നും അങ്ങനെ ഒഴിക്കലില്ല. പക്ഷേ എനിക്ക് ഈ ചേനപ്പൂവ് കറി ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് എപ്പോഴൊന്നും ഉണ്ടാവില്ല. ഈ ചേനപ്പൂവ് നമുക്ക് എപ്പോഴൊന്നും കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് വെച്ചാൽ നമുക്ക് ഇനി വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. നമ്മൾ ചോറ് കഴിക്കുന്നത് തന്നെ അറിയില്ല. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ചില ഭാഗത്തിലൊക്കെ ഇത് തോരൻ വെക്കും. അപ്പോൾ അങ്ങനെയും വെക്കാം. വെറും മസാലയൊക്കെ ആക്കിയിട്ട് അങ്ങനെ വലിയ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെയും വെക്കാം. പല രീതിയിലും
ഇത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂനൊക്കെ കിട്ടിയാലോ, കൂന് പല രാജ്യത്തും പല പോലെയല്ലേ വെക്കുക, അതേപോലെ തന്നെയാണ് ഈ ചേനപ്പൂവെന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഏത് രീതിയിലാണോ നമ്മളെ ഉമ്മമാരൊക്കെ വെച്ച് കാണിച്ച് തന്നത്, നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾക്ക് ടേസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ. പിന്നെ ഇതിൻ്റെ ഒന്നും നമ്മൾ ഒഴിവാക്കണ്ട കേട്ടോ. പിന്നെ ഇത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം. ഈ ചേനൻ്റെ ഈ പൂവുണ്ടല്ലോ, ഇത് എടുത്തിട്ട് ഇതിൻ്റെ വിടർത്തിയാൽ നമുക്ക് ഇതിൻ്റെ ഈ ഇതളും ഇതേപോലെ മേലത്തെ ഈ കായും ഇതിൻ്റെ അടിയത്തെ തണ്ടും എല്ലാം നമുക്ക് വെക്കാം. ഈ പൂവ് പൊളിച്ച് കഴിഞ്ഞാൽ കണ്ടോ, സ്വർണ്ണ കളർ പോലെ കുറേ മുത്തുകളൊക്കെ കണ്ടോ, അങ്ങനെയൊക്കെയാണിത്. അപ്പോൾ ഇത് കണ്ടവരും കാണാത്തവരും കഴിച്ചവരും കഴിക്കാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മുറ്റത്തുനിന്ന് കിട്ടിയപ്പോൾ ഞാനത് എടുത്തിട്ട് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇതുപോലത്തെ പൂവൊക്കെ കണ്ടാൽ നിങ്ങളിത് ഒഴിവാക്കരുത്. ഇതേപോലെ ഒക്കെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പൂവിൻ്റെ മേലെ കണ്ടോ ഈ കാപ്പി കളറിലായിട്ട്, അപ്പോൾ അതൊന്നും ഒഴിവാക്കരുത്. അതൊക്കെ ഇത് നമ്മൾ കറി വെക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തേങ്ങ വറുത്ത് അരച്ചിട്ടോ, ഞങ്ങൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ മസാല പോലെ വേണ്ടിച്ചാൽ അങ്ങനെയും വെക്കാം. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ കണ്ടോ ഇതേപോലെ ആവും. അപ്പോൾ ഈ ചക്കക്കുരൊക്കെ ഓപ്ഷനിലാണ്, അത് വേണ്ടവർക്ക് അങ്ങനെ ഇടാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് വെക്കാം. അപ്പോൾ പിന്നെ ഇനി റംബുട്ടാൻ ഇവിടെ ഫസ്റ്റായിട്ട് ഇവിടെ കായ വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പച്ച കളറായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ചൂടുകൊണ്ട് കുറേയൊക്കെ കൊഴിഞ്ഞ് ചാടലും തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സപ്പോട്ട ഉണ്ട് ഇപ്പുറത്ത്. അപ്പോൾ അതും കായൊക്കെ ആയിട്ട് കുറേ പഴുത്തിട്ടൊക്കെ കിട്ടലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കുടുംബത്തിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലർ പറയലുണ്ട് പിന്നെ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണലുണ്ട്, പക്ഷേ ഇംഗ്ലീഷിൽ പറയരുതേന്ന്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഞാനല്ല, അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് പല രാജ്യങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെ അവർ ഒരു ഓപ്ഷൻ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ മലയാളത്തിലാക്കാൻ ഇതേപോലെ ചെയ്താൽ മതി. നിങ്ങൾ ഏത് ഐഡിയിലാണ് കാണുക, അതിൻ്റെ മേലൊന്ന് തൊടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും ഇംഗ്ലീഷോ മലയാളമോ വേണ്ടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ മലയാളം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അധികം ഇങ്ങനെ ഉമ്മമാരൊക്കെയാണ് എന്നോട് ഇത് ചോദിക്കൽ. അപ്പോൾ ഇങ്ങനെ ആയാൽ പിന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ ചേനപ്പൂവ് ഉണ്ടാവുന്നത് ഒരു വർഷം നമ്മൾ എടുത്തില്ലെങ്കിൽ ചേന പറിച്ചില്ലെങ്കിൽ അടുത്ത വർഷമാണ് ഉണ്ടാവുക.